തുടരുക. നമുക്കൊരു റിപ്പോർട്ട് കൂടി കണ്ട ശേഷം കലോത്സവ വേദിയിലെ കാഴ്ചക്കാർക്ക് മോഹങ്ങളുണ്ടോ, ആസ്വാദത്തിന് അപ്പുറം ആഗ്രഹങ്ങളുമായി എത്തുന്നവരുണ്ടോ? ഉണ്ടെന്നാണ് മലയാളം പദ്യപാരായണ മത്സരം കേൾക്കാനെത്തിയ 3ാം ക്ലാസ്സുകാരി പറയുന്നത്. അത് എന്താണ് എന്ന് കേൾക്കാം. നേരിട്ടെത്തി കേട്ടറിയണം. അച്ഛനുമൊത്ത് 3ാം ക്ലാസ്സുകാരി ഭവികാലക്ഷ്മി വേദി 17ലേക്ക് എത്തി. ചുണ്ടിൽ പദ്യമുണ്ട്, ഉള്ളിൽ ആശയം. ഈ സംസ്ഥാന കലോത്സവമൊക്കെ പാട്ട്, അപ്പം ഈ കവിതയൊക്കെ ഒന്ന് കേൾക്കാനും കാണാനൊക്കെ ആയിട്ട് വന്നത്. ആഗ്രഹത്തിലേക്ക് യോഗ്യത നേടാൻ എത്ര വർഷം കാക്കണമെന്ന് ചോദിച്ചാൽ ചെറുതായൊന്ന് ചിരിക്കും. എന്നാൽ പദ്യത്തിലെ വരികൾ പോലെ ആഗ്രഹം വ്യക്തമാണ്. ഞാനൊരു 2 കവിത പഠിച്ചിട്ടുണ്ട്. ഒന്ന് അശ്വമേധം, ഒന്ന് അഗ്നിപൂജ. അതിലേതെങ്കിലും ഒന്നിടെ ഒന്ന് പാടണം. ഹൈസ്കൂൾ വിഭാഗം പദ്യപാരായണ മത്സരം ആരംഭിക്കുകയാണ്. ഇഷ്ട കവിതകളാണ് പ്രതീക്ഷ. അറിയുന്ന കവിതകൾ എത്തിയാൽ തിരക്കിലാകും. ഇടശ്ശേരിയും ശങ്കരക്കുറുപ്പും സച്ചിദാനന്ദനും പുതിയ അനുഭവങ്ങളായി. കവിതകൾ തുടരുകയാണ്. 3ാം ക്ലാസ്സുകാരിക്ക് ഇത് പല പാഠങ്ങളും. ഇതുപോലെ എന്തെല്ലാം ആഗ്രഹങ്ങളായിരിക്കും മനുഷ്യർ കവിതകൾ കേൾക്കുന്നത്. ആശയുടെ അഗ്നി ജ്വലിക്കുന്നുണ്ട്. വർഷങ്ങൾക്കപ്പുറം മോഹവേദിയിലെ മൈക്കിന് മുന്നിലെത്തുന്നത് സ്വപ്നം കാണുന്നുണ്ട്. കുഞ്ഞു വലിയ മോഹത്തിന്റെ കഥയറിഞ്ഞ് ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.